അപ്പോൾ കയ്യുമ്മ പാമ്പ് കടിച്ചാൽ ഇവിടെ ഒരു കെട്ട്, ജസ്റ്റ് ടൈറ്റ്, ഒരു വിരൽ ഗ്യാപ്പ്. നന്നായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം സക്ക് ചെയ്ത് ബ്ലഡ് എടുത്ത് തുപ്പി കളയല പണി. പക്ഷെ അത് ചെയ്യരുത്. പാമ്പ് കടിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്നേക്ക് ബൈറ്റും ഡയാലിസിസും വെന്റിലേറ്റർ ഹോസ്പിറ്റലിൽ വേണം പോകാൻ. അതിപ്പോൾ നമ്മുടെ ജൂബിലി മെഡിക്കൽ കോളേജ്, ചില ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ സൗകര്യം ഉണ്ടാവില്ല, അപ്പോൾ അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് ഇത് റെഫർ ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് പോവുക. അപ്പോൾ ഈ മരണങ്ങൾ 2-3 കേസ് ഉണ്ടാവുമോ ഞാൻ പറയണമെന്ന് വെച്ചാൽ, രാത്രി സമയങ്ങളിൽ ഇരുട്ടത്തവും പാമ്പ് കടിക്കാം. പക്ഷേ ഈ പാമ്പിനെ പിടിക്കാൻ അവർ ശ്രമിക്കും. നമ്മൾ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ, അത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കയ്യുമ്മ പാമ്പ് കടിച്ചാൽ ഇവിടെ ഒരു കെട്ട് എന്ന് പറയുന്നത് പണ്ട് മുറുക്കി കെട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് കെട്ടാൻ വേണ്ടി ഇവിടുത്തെ ഓരോ വെയിനുകൾ ടൈം അനുസരിച്ച് കോശങ്ങൾ ഡെത്താവുമെന്ന് പറയണത്. ജസ്റ്റ് ടൈറ്റ്, ഒരു വിരൽ ഗ്യാപ്പ്. പിന്നെ നമ്മൾ കൈ അനക്കരുത്. അതായത് ബ്ലഡ് വേണമെങ്കിൽ നമുക്ക് ഞെക്കി കളയാം. എനിക്ക് ഡോക്ടറിനെ അറിയാം. എനിക്ക് 2 ബൈറ്റ് കിട്ടിയപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ വിരലുമയാണ്. ഞാനത് നന്നായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം സക്ക് ചെയ്ത് ബ്ലഡ് എടുത്ത് തുപ്പി കളയല പണി. പക്ഷെ അത് ചെയ്യരുത്. എന്ന് വെച്ചാൽ പല്ല്, തൊണ്ണ്, നാവ് എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ പാമ്പ് കടിച്ചാൽ അത് സിംപ്റ്റം നമുക്ക് അത് കയ്യാനക്കണ്ടിരിക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു ബാൻഡേഡ് ഇങ്ങനെ നമുക്കൊരു ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ്, അത്ര ടൈറ്റ് അല്ല, ടൈറ്റ് ചെയ്യുക. നമ്മളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ